ലം നശ്റഹ് ലക സദ്റക വളഅന അൻക വിസ്റക അല്ലദീ അൻഖള ളുഹ്റക വറഫഅനാ ലക ദിക്റക ഫഇന്ന മഅൽ ഉസ്രി യുസ്റ. ഇത് തവക്കുലിന്റെ ഉപദേശമാണ്. ഫഇന്ന മഅൽ ഉസ്രി യുസ്റ. ഞെരുക്കമുണ്ടായിക്കോട്ടെ, ഞെരുക്കത്തിൻ്റെ കൂടെ എളുപ്പമുണ്ടാവും. ഇത് നമ്മളെ തലയിൽ കയറുന്നില്ല. നമ്മൾ ഞെരുക്കുണ്ടാവുമ്പോൾ കഴിയും. ഞെരുക്കത്തിൻ്റെ ശേഷമല്ല, ഞെരുക്കത്തിൻ്റെ കൂടെ എന്തുണ്ടാവും? എളുപ്പമുണ്ടാവും. തവക്കലുള്ളതിനെ മനസ്സിലാവുള്ളൂ, മറ്റവനെ ഓത്ത് മാത്രമാണ്. ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. ഒറ്റ കാര്യം ഉണ്ടാക്കിയെടുക്കണ്ടുള്ളൂ തവക്കുല്. തവക്കുലുണ്ടോ? നീ റബ്ബിൻ്റെ ആളാ. വേറെ എല്ലാം ഉണ്ട്, തവക്കുലില്ലേ? ഒരു കാര്യമില്ല. നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, ഇതൊക്കെ മുനാഫിക്കനുണ്ടാവും. തവക്കുൽ മുനാഫിക്കനുണ്ടാവില്ല. നിസ്കാരം മുനാഫിക്കനുണ്ടാവും, നോമ്പ് മുനാഫിക്കനുണ്ടാവും, ഹജ്ജ് മുനാഫിക്ക് ചെയ്യും, ഒക്കെ മുനാഫിക്ക് ചെയ്യും. തവക്കുലുണ്ടാവില്ല. തവക്കുൽ ഒരു പണിയാണ്, അത് പണിയാണ്. അതെ, 10 കോടി റുപ്യ ഇന്ന് നഷ്ടപ്പെട്ടു. അപ്പൊ ഇയാൾ ചിരിച്ചു. എന്തേ? ഇനി എൻ്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും ഇജ്ജ് ചിരിച്ചു. എന്തേ? അത് നിന്റെ ഉള്ളിൽ നിന്ന് നിനക്ക് വരുന്ന ഒരു സ്വരം. എന്താണ് ആ സ്വരം? തന്നത് അല്ലാഹുവാണ്, ഇനിയും തരേണ്ടതും അല്ലാഹുവാണ്. എനിക്ക് നഷ്ടപ്പെട്ടാൽ ഒന്നും നഷ്ടപ്പെടാനില്ല. വമാ മിൻ ദാബത്തിൻ ഫിൽ അർള് ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ഭൂമിയിൽ എല്ലാവരുടെയും റിസ്ക് അല്ലാഹു ഏറ്റതാണ്. പിന്നെന്താ പ്രശ്നം? എല്ലാവരുടെയും റിസ്ക്കും അല്ലാഹു ഏറ്റതാണ്. പിന്നെ നമ്മളെന്തിനാ തൊഴിൽ ചെയ്യണം? തൊഴിൽ ചെയ്യാൻ അല്ലാഹുവിന്റെ ഒരു കൽപ്പന ഉണ്ട്, തൊഴിൽ ചെയ്യണം. പക്ഷെ തൊഴിലല്ല നിന്റെ വരുമാനത്തിന്റെ ആധാരം, അള്ളാഹുവിന്റെ മശീഅത്ത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു ഉദ്ദേശിച്ചാൽ നല്ല കാര്യങ്ങളൊക്കെ ഭംഗിയാവും. തൊഴിലോ? തൊഴിൽ നീ ചെയ്യണം, തൊഴിൽ നീ ചെയ്യണം. അസ്ബാബുകളെ നീ കൊണ്ടുവരണം. ഈ അസ്ബാബുകൾ ഉണ്ടായതുകൊണ്ട് നീ കാര്യങ്ങൾ നേടിക്കൊള്ളുന്നില്ല. ആയിരക്കണക്കായ ആളുകൾ ഹജ്ജിന് പോയി. ആയിരക്കണക്കായ ആളുകൾ പൈസ അടച്ചവര് എല്ലാം കഴിഞ്ഞവർ ഈ കൊല്ലം ഹജ്ജിന് പോകുന്നില്ല. എന്തുകൊണ്ട്? പറയും. എന്താ പ്രശ്നം? എന്ത് പ്രശ്നം? ഹജ്ജിന് പോകണമെങ്കിൽ പൈസ അടക്കണ്ടേ? ഹജ്ജിന് പോകണമെങ്കിൽ പൈസ അടക്കണോ വേണ്ടേ? എന്താ ഉറങ്ങണേ? ഹജ്ജിന് പോകണമെങ്കിൽ പൈസ അടക്കണോ വേണ്ടേ? അപ്പൊ പൈസ അടക്കൽ ഹജ്ജിന്റെ സബബാണ്, ഒരുങ്ങൽ ഹജ്ജിന്റെ സബബാണ്, ക്ലാസുകൾക്കല്ല ഹജ്ജിന്റെ ഒരു സബബാണ്, പുസ്തകം വാങ്ങൽ ഹജ്ജിന്റെ ഒരു സബബാണ്. ഇങ്ങനെ ഒരുപാട് സബബുകളുണ്ട്. ഈ സബബുകളെല്ലാം അവർ കൊണ്ടുവന്നു. ഹജ്ജിനോയോ? എന്തുകൊണ്ട്? 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 തൗഫീഖില്ല എന്നൊന്നും പറഞ്ഞ് ഒഴിയണ്ട. അതൊക്കെ വേറെ കാര്യം പറഞ്ഞു. ഈ കൊല്ലം നീ ഹജ്ജിന് പോകണമെന്നത് അള്ളാഹുവിന്റെ ഉദ്ദേശത്തിൽ ഇല്ലാന്ന് ഇപ്പൊ പറയണ്ട. ഇല്ല, ചിലപ്പോ ഉണ്ടാവൂല. ഇത്ര ഒരു പക്ഷേ പ്രൈവറ്റുകാർക്ക് ഉള്ള ആളുകൾക്ക് ബാക്കിയുള്ള ആളുകളെ മുഴുവനും ഒറ്റ ദിവസം കൊണ്ട് മക്കയിലെത്തിക്കാനും ജിദ്ദയിലെത്തിക്കാൻ ഇന്ത്യൻ സർക്കാരിന്റെ കയ്യിൽ ഫ്ലൈറ്റ് ഉണ്ട്, നിയമങ്ങളുണ്ട്, സ്വീകരിക്കാൻ അവർക്ക് സൗകര്യമുണ്ട്. നടക്കാം. നടന്നില്ലെങ്കിൽ ഉറപ്പിക്കാം. ഇപ്പൊ ഉറപ്പിക്കാൻ പറ്റില്ല. നടന്നില്ലെങ്കിൽ ഉറപ്പിക്കാം. ഈ കൊല്ലം ഈ ആളുകൾ, ഈ ആയിരക്കണക്കായ ആളുകൾ അസ്ബാബുകൾ ചെയ്തു. അതേ സമയത്ത് അള്ളാഹുവിന്റെ തീരുമാനം ഇല്ല. അള്ളാഹുവിന്റെ തീരുമാനം ഇല്ല. തീരുമാനം ഇല്ലാത്തതുകൊണ്ട് നടക്കൂല. ഏത് കാര്യം നീ അള്ളാഹുവിൽ ഏൽപ്പിക്കണം. അസ്ബാബ് നിന്റെ ഉത്തരവാദിത്തമാണ്, പക്ഷെ അസ്ബാബ് കൊണ്ട് നടക്കൂല. മനസ്സിലായില്ല? ചിലപ്പോ അസ്ബാബ് ഇല്ലാതെ നടക്കും. ചെറിയാപ്പാജി ഹജ്ജിന് പോയപ്പോൾ ബീരാൻകുട്ടി മൗലവിയോട് പറഞ്ഞു, ഹജ്ജിനെ പറ്റി നിങ്ങൾ പറഞ്ഞത് എനിക്കത് തീരണില്ല, നിങ്ങൾ കോഴിക്കോട് വരെ എന്റെ കാറിലൊന്ന് കയറുമോ? എന്നെ തീവണ്ടി ആപ്പീസ് വരെ 1960-കളിലെ സംഭവം, 62 മറ്റോ ഈ സംഭവം. നിങ്ങൾ ഇന്ത്യ കൂടെ വർത്താനം പറയാൻ വേണ്ടി നിങ്ങൾ എന്റെ കാറിലൊന്ന് കയറുമോ? മലപ്പുറം ജില്ലയിൽ ഒരാൾക്കൊക്കെ കാറുള്ള കാലത്താണ് ചെറിയാപ്പാജി കാർ, വലിയ മുതലാളി. അപ്പൊ മോലിയാര് പറഞ്ഞു ആയിക്കോട്ടെ. മദ്രസ ഓത്തുപള്ളിക്ക് പോ, എന്താ ചെയ്യാം? ഓത്തുപള്ളിയിൽ അതിന് സൗകര്യം, പിന്നെ വേറെ ആരെങ്കിലും നിർത്താം. അപ്പൊ നിർത്തി.
ആർക്കായി? കോഴിക്കോട് വണ്ടിയാപ്പീസ് വരെ ഹജ്ജിന്റെ മനാസിക്കിനെ പീരാമുട്ടി മൗലവി പറഞ്ഞു കൊടുത്തു മുതലാളിക്ക്. മുതലാളി വണ്ടിയാപ്പീസിൽ വന്ന് വണ്ടി കാത്തിക്കണ സമയത്ത് പറഞ്ഞു, അല്ല കുട്ടികളെ ഓത്ത് ഓൻ ഓദിച്ചോളൂ, നിങ്ങൾക്ക് എന്നാ ബോംബെ വരെയാണ് പോന്നാല്? ഞാനതിന് തുണിയും കുപ്പായം ഒന്നും എടുത്തിട്ടില്ലല്ലോ, അതൊക്കെ ബയ്യെന്ന് വാങ്ങാൻ നിങ്ങൾ പോരി. അപ്പൊ തീവണ്ടി ഓഫീസിൽ കോഴിക്കോട് വണ്ടി ഓഫീസിലേക്ക് വേഗം പാഞ്ഞു എന്നു. ഒരു ബോംബെക്ക് ടിക്കറ്റും കൂടി കിട്ടുമോ? അങ്ങനെ പെട്ടെന്ന് ടിക്കറ്റ് കയറി. പിന്നെ മുതലാളിക്ക് ഹജ്ജിന്റെ മനാസികൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് ഇങ്ങനെ വണ്ടിയിൽ ഇരുന്ന് പോയി ചെറിയപ്പച്ചി. അവിടെ എത്തിയപ്പോൾ ചെറിയപ്പ അല്ല പീരാമുട്ടി മൗലവി. അപ്പൊ മൗലവിയോട് ചെറിയപ്പച്ചി പറഞ്ഞു, ഏതായാലും നിങ്ങൾ ബോംബെയിൽ എത്തിയാലോ, ഞാനിപ്പോ ഞാനാണ് പോണ വരെ നിങ്ങൾക്ക് ഹജ്ജിന്റെ കാര്യം പറഞ്ഞൂടെ, ജമാഅത്തിന് ഇമാമത്ത് നിൽക്കാം, എനിക്ക് ജമാഅത്ത് എനിക്ക് നിസ്കരിക്കും ചെയ്യാം, നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും ചെയ്യാം. ആയിക്കോട്ടെ. അങ്ങനെ ഞങ്ങൾ പോണ ഡേറ്റ് വരെ, ഡേറ്റ് നാളെയാ. അക്ബർ കപ്പല് നാളെ ബോംബെ നിന്ന് പുറപ്പെടും. അപ്പോൾ ചെറിയപ്പാജി പറഞ്ഞു, അല്ല മൂല്യരെ, നിങ്ങൾക്ക് എന്താ ഒന്നാണ് അച്ഛനും ഒന്നാണ്, അച്ഛന് അങ്ങനെ പോകാൻ പറ്റും. അല്ല കിട്ടാണെങ്കിൽ പാസ്പോർട്ട് ഇല്ലല്ലോ എൻ്റെ അടുത്ത്, പാസ്പോർട്ട് നമുക്ക് നോക്കാം. അപ്പോഴത്തിന് കമ്പി അടിച്ചു. കായിദമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ഇടപെട്ടു. പെട്ടെന്ന് എന്ത് ചെയ്തു, 24 മണിക്കൂറിന്റെ ഉള്ളിൽ പാസ്പോർട്ട്. അപ്പോഴത്തിന് അക്ബർ കപ്പലിൽ ഉണ്ടോ, സീറ്റ് ഉണ്ടോ? ആ ഒരു സീറ്റ് ബാക്കിയുണ്ട്. മൗലവി കഴിഞ്ഞു. മൗലവി എവിടെ പോയതാ? കോഴിക്കോട്ട് പോയതല്ല. മൂലര് ഓത്തുപള്ളിയിൽ പഠിപ്പിക്കണ നേരത്തെ ആചാര്യ വിളിച്ചു. എന്ത് ഞാൻ ഇറങ്ങണ നേരത്തെ ഒന്നാണ് ഫാത്തോട്ട് ദ്വാരക്കങ്ങളൊന്ന് വരുമോ? ആയിക്കോട്ടെ. ദ്വാരക്കാം തൽക്കാലം ഓത്തുപള്ളിയിൽ നിന്ന് പാഞ്ഞു പോയതാ. അപ്പോഴാണ് ബോംബെ പോക്ക്, അപ്പോഴാണ് കോഴിക്കോട്ട് പോക്കുണ്ടായത്. തലേന്ന് ഉറപ്പിച്ചിട്ടില്ല. എന്തിനു പോയതാ? അള്ളാഹിനെ മനസ്സിലാക്കിക്കോ. ഇക്കൊല്ല 1000 ആളുകൾ പോണില്ല, അതിലും അള്ളാഹിനെ മനസ്സിലാക്കിക്കോ, അവിടെ അള്ളാഹിനെ മനസ്സിലാക്കിക്കോ. PT പീരാമുട്ടി മൗലവി നിമിഷ കവിയായിരുന്നു. കേരള സാഹിത്യ അക്കാദമി അദ്ദേഹത്തിന്റെ PT-യുടെ ഹജ്ജ് യാത്ര കേരള സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിച്ച്, ചെറിയാപ്പാജി ഹജ്ജിന് പോയിരുന്നു എന്ന് ലോകം അറിയുന്നത് PT-യുടെ കവിതയിന്നാണ്. മനസ്സിലായില്ല? ചെറിയാപ്പാജി എന്നൊരാളെ ഹജ്ജിന് പോയിരുന്നു എന്നിപ്പോ ലോകം അറിയണത് ചെറിയാപ്പാജി പോകുമ്പോൾ ഒന്ന് ദ്വാരക്കാൻ വേണ്ടി പോയ ആളുടെ കവിതയിൽ നിന്നാ. ആരാ കവിത പ്രസിദ്ധീകരിച്ചത്? നിങ്ങളെ ഏതെങ്കിലും ആളല്ല, കേരള സാഹിത്യ അക്കാദമി സർക്കാരിന്റെ പണച്ചെലവിലാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത്. PT-യുടെ ഹജ്ജ് യാത്ര. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ലേ? ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ എന്താ കാര്യം? അസ്ബാബുകളില്ല. ആർക്ക്? പീരാമുട്ടി മൗലവിക്ക് അസ്ബാബുകളില്ല. ഇക്കൊല്ലം 1000 പ്രൈവറ്റിൽ പണം അടച്ചോടത്ത് അസ്ബാബുകൾ ഉണ്ട്, പക്ഷെ അവർ പോകുന്നില്ല. എന്തുകൊണ്ട് അവർ പോകുന്നില്ല? അസ്ബാബ് ഉണ്ടായതുകൊണ്ട് പോകൂല, അസ്ബാബ് ഇല്ലാത്തതുകൊണ്ട് പോകാതിരിക്കൂല. എന്തും നടക്കണമെങ്കിൽ ആരുടെ തീരുമാനം വേണം? അല്ലാഹു. അസ്ബാബുകൾ സമ്പാദിച്ചോ, പക്ഷേ റബ്ബിഹിം തവക്കൽ, റബ്ബിൽ തവക്കലാക്കി. റബ്ബി വിചാരിച്ചാൽ നടക്കും, ഇല്ലെങ്കിൽ നടക്കൂല. റബ്ബി വിചാരിച്ചാൽ നടക്കും, റബ്ബി വിചാരിച്ചില്ലേ നടക്കൂല. ഇങ്ങനെയാണെങ്കിൽ പ്രശ്നം എന്താണ്? പ്രശ്നം എന്താണ്? ഉയരത്തിൽ നിന്ന് വീണിട്ട് നട്ടലിന് ക്ഷതമേറ്റ് 2 വർഷമായി ബുദ്ധിമുട്ടായി കിടക്കയിൽ കിടക്കുന്ന, വീൽ ചെയറിൽ കൊണ്ടുവന്ന, ദൂരെ എറണാകുളം ജില്ലയിൽ നിന്ന് വന്ന ഒരാൾ ഈ കൂട്ടത്തിലുണ്ട്. ഇപ്പോൾ ഈ ക്ലാസ്സിന്റെ മജ്‌ലിസിലുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് ശിഫ നൽകട്ടെ. മനസ്സറിഞ്ഞാൽ മതി. അള്ളാഹു അദ്ദേഹം നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ. അള്ളാഹു ശിഫ നൽകട്ടെ, അള്ളാഹു ശിഫ നൽകട്ടെ. വീഴണമെന്നത് ആരുടെ തീരുമാനമാണ്? അള്ളാഹു. പൊട്ടണം എന്നത് അള്ളാഹിന്റെ തീരുമാനമാണ്. ഇനി കാര്യങ്ങൾ നടത്തി കൊടുക്കേണ്ടതും ആരാണ്? ഇജി ബേജാറാണ്. എന്തിനാ ഇജി ബേജാറാണ്? എന്തിനാ ബേജാറാണ്? ഈ 2 കൊല്ലം ഒരു ലാഭം ഉണ്ടായി. എന്താ ലാഭം? അദ്ദേഹത്തിൻ്റെ പെണ്ണുങ്ങൾക്കും ഉമ്മാക്കും അദ്ദേഹത്തെ മര്യാദയ്ക്ക് കാണാനായി. ഇല്ലെങ്കിൽ അയാൾ ഗൾഫ് പോകും. പിന്നെ അവർക്ക് കരീണ പണിയിരിക്കും. പഠിച്ചോനെ എൻ്റെ പുതിയ പെണ്ണ വരുന്നില്ലല്ലോ. എന്നാൽ ചെലവിന് വല്ല കമ്മിയുണ്ടോ? ഒന്നുമില്ല. ഒമാമിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. അതുകൊണ്ട് ഇനി ബാക്കിയുള്ളവരും കൂടി മേലെന്ന് വീണാണ്ട് നട്ടല് പൊട്ടാൻ വേണ്ടി വേർക്കണോ? അത് വേണ്ട.
അള്ളാനെ വിശ്വാസം ഉണ്ടെങ്കിൽ ഇവിടെ ഇരുന്നോ, അല്ലെങ്കിൽ വന്ന മാതിരി പോയിക്കോ. നിന്റെ കാര്യം നടത്തി തരേണ്ടത് ആരാ? അള്ളാഹു. ഇനി ഈ നട്ടെല്ലിൻ്റെ പ്രശ്നമൊക്കെ തീരും. ഇപ്പോൾ ഈ 2 കൊല്ലം ഭാര്യയുമായി ചിരിച്ചും കളിച്ചും സന്തോഷിച്ചും കുട്ടികളെ കളിപ്പിച്ചും കഴിഞ്ഞോളൂ. ഇനി അയാളുടെ നട്ടെല്ലിൻ്റെ ക്ഷതം വേദനയും മാറും. അതിനുശേഷം അയാൾ വീണ്ടും ജീവിക്കും. പിന്നെ അയാൾ 10 കൊല്ലം 15 കൊല്ലം കഴിഞ്ഞ് പറയും, എൻ്റെ ജീവിതത്തിൽ ഞാനൊരു സന്തോഷം അനുഭവിച്ചത് ഞാൻ വീഴ്ചയിൽ കിടന്ന 2 കൊല്ലം. അന്നത്തെ ആ രസപ്പോഴും എനിക്കൊന്നും മറക്കാൻ കഴിയില്ല. എൻ്റെ കുട്ടികളെയും പെണ്ണുങ്ങളോടെയും തമാശയും കളിയും പറഞ്ഞ് ഞാൻ എത്രയാണ് അന്ന് ചിരിച്ചത്. ഇനി ഇതൊക്കെ മാറും. മാറിയാൽ പിന്നെ അയാളെ അവർക്ക് കിട്ടൂല, അവർക്ക് അയാളെയും കിട്ടൂല. മനസ്സിലായില്ല? പറഞ്ഞ് ചിന്തിക്കുക. ഒരു ദിവസം കൂടി കൊറോണ പോലെ റോഡ് പൂട്ടാൻ എനിക്ക് പൂതിയ. കൊറോണ ഉണ്ടാകാനല്ല, ഉണ്ടാകാതിരിക്കാനും അല്ല, എനിക്കൊരു പൂതി. എന്തിനാ അങ്ങനെ പൂതി വെച്ചെങ്കിൽ 45 മിനിറ്റ് കൊണ്ട് കോഴിക്കോടും മൂത്തേടത്ത് എത്തും, മൂത്തേടത്ത് നിന്ന് കോഴിക്കോട് എത്തും. 45 മിനിറ്റ്. രാജാവിനെ പോലെയാണ് യാത്ര ചെയ്യുക. ഒരാളും റോട്ടിലുണ്ടാവില്ല, ഞാൻ മാത്രം അങ്ങനെ പോകും. അതിർത്തിയിൽ പോലീസുകാർ, ഇവിടെ മലപ്പുറത്തിൻ്റെ കോഴിക്കോടിനിടയിൽ പോലീസുകാർ തടയും. അവരോട് എന്തോ ഒരു മാമ്യമൂക്കാക്കിക്കൂന്ന് പറയും. അവരൊരു 5 മിനിറ്റ് അവിടെ നിർത്തും. പിന്നെ ഓരോന്ന് ദേഷ്യപ്പെട്ട് ഇനി നാളെ വരരുതിട്ടെന്ന് അറിയും. പിറ്റേന്ന് നമ്മൾ അങ്ങോട്ട് പോകും, പിറ്റേന്ന് ഇങ്ങോട്ട് പോരും. അപ്പോഴൊക്കെ ഓരോന്ന് ദേഷ്യപ്പെടും. കാര്യങ്ങൾ അങ്ങനെ നടക്കും. നമ്മൾ രാജാവിനെ പോലെ യാത്ര ചെയ്യും. രാജാവ് യാത്ര ചെയ്യുകയാണെങ്കിൽ റോട്ടുമേൽ ആരും ഉണ്ടാവില്ല. നമ്മൾ 2020-21 കാലത്ത് മലപ്പുറം കോഴിക്കോട് ജില്ലയിലെ രാജാവ് ഞാനാണ്. ഞാൻ ഒരു ദിവസം പോലും എൻ്റെ 2 വീടുണ്ട് എനിക്ക്, മൂത്തേടത്തും കോഴിക്കോടും. ഒരു ദിവസമെങ്കിലും ഞാൻ ഉദ്ദേശിച്ച നേരത്തെ വരാതിരുന്നിട്ടില്ല, എത്താതിരുന്നിട്ടില്ല. എന്തേ? അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലായി. എനിക്കറിയില്ലേ, അതൊക്കെ സത്യമാണ്. എന്താ ഇവരൊക്കെയാണ് എൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നത്. അപ്പൊ എന്താ കാര്യം? അള്ളാഹിന്റെ മശിയത്താണ്. മനസ്സിലായില്ലേ? ഇതൊരു സന്തോഷമാണ് കാലം. ജുമാക്ക് പോകുകയാണെങ്കിൽ തന്നെ ഒരാളുടെ തോർത്തുമുണ്ട്, ഒരാളുടെ ഓയിലുമുണ്ട്, നമ്മളെ കണ്ണ് കിട്ടും എന്നാണ് അടിക്കൂല. ഓനും നമ്മൾ തമ്മിൽ 1 മീറ്റർ അകലത്തിലേക്കുള്ളൂ. ചില ആളുകളുണ്ടല്ലോ ഓയിലുമുണ്ട് ഇങ്ങനെ ആട്ടിയാൽ നമ്മളെ കണ്ണ് കിട്ടും എന്നാണ്. അപ്പൊ ആ ഓയിൽമുണ്ട് ഇങ്ങനെ ആട്ടിയാൽ നമ്മളെ കണ്ണിക്ക് വരൂല. എന്തുകൊണ്ട്? ഓൻ അത്രയും ദൂരത്താണ്, നമ്മൾ അത്രയും ദൂരത്താണ്. നമ്മളൊരു ലോകത്ത് ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. അങ്ങനെ നിൽക്കാൻ പാടുണ്ടോ? സൊഫിൽ പാടില്ല. എതിരുണ്ടെങ്കിൽ പാടുണ്ട്. പിന്നെ ആ എതിർ കൊറോണയാണ്. ഇപ്പൊ പറ്റൂല, ഇപ്പൊ തൊട്ടടുത്ത് തന്നെ നിൽക്കും. അപ്പൊ നമുക്ക് രാജാവായി നിസ്കരിക്കാൻ കഴിഞ്ഞ കൊറോണ കാലത്ത് ആരും ശല്യം. ഇപ്പൊ എന്താ കാര്യം? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാക്കി. കൊറോണ ഉണ്ടാവാൻ ഓർക്കണ്ട. എന്ത് നഷ്ടം ഉണ്ടായിട്ട് അള്ളാഹുവിൽ തവക്കുലാക്കുക. ഒരു പേടിയും പേടിക്കണ്ട. ഇതൊക്കെ ഇതെല്ലാം മാറ്റിത്തരേണ്ടത് ആരാ? بين غمضتين بين غمضة عين وانتباهتها يغير الله من حال إلى حال. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട കവിതകളിൽ അതിമനോഹരമായ ഒരു കവിതയാണ്. അതിനർത്ഥം ഞാൻ പറഞ്ഞു. മബൈന വംലത്തി ഐനിൽ വന്തിബാഹതിഹാ دع المقادير تجري في عينتها ولا تبيتن إلا خالي البال. دع المقادير تجري في عينتها. തഖ്ദീറാത്തുകൾ അതിൻ്റെ രീതിയിൽ, അതിൻ്റെ കൃത്യതയിൽ, അതിൻ്റെ വഴിക്ക് മുന്നോട്ട് പോയിക്കോട്ടെ. തഖ്ദീറാത്തുകൾ അങ്ങനെ പോയിക്കോട്ടെ. വലാ തബീതന്ന ഇല്ലാ ഖാലിയൽ ബാലി. മനസ്സിൽ ഒരു കറുപ്പും ഒന്നും ഇല്ലാതെ ഒരു രാത്രിയും നീ ഉറങ്ങാൻ കിടക്കരുത്. ഇങ്ങോട്ട് നോക്ക്. വലാ തബീതന്ന, നീ ഉറങ്ങരുത്, ഒരു രാത്രിയും നിനക്ക് കഴിയരുത്. ഇല്ല ഖാലിയൽ ബാലി. ഖാലിയുൽ ബാൽ, മനസ്സ് ശൂന്യമായിട്ടല്ലാതെ. ഒന്നുമില്ല, കൊടുത്തിട്ടില്ലല്ലോ, കിട്ടിയിട്ടില്ലല്ലോ, അതൊന്നും നിന്റെ മനസ്സിൽ ഉറങ്ങാൻ കിടക്കുമുണ്ടാകരുത്. അതായത് ഉറങ്ങാൻ കിടക്കുക. മുന്നോട്ട് കയറിയിരിക്കുക. ശ്രദ്ധിക്കണേ. നമ്മളൊരു അവസ്ഥ എന്താണെങ്കിൽ നമ്മൾ ചിലത് കൊടുക്കാനേൽക്കും, അത് കൊടുക്കാൻ കഴിയില്ല. കിട്ടുമെന്ന് വിചാരിക്കും, അത് കിട്ടൂല. അതൊക്കെ
കിടപ്പറന്റെ പുറത്ത് ഒഴിവാക്കണം. കിടപ്പറയിലേക്ക് കയറി പിന്നെ മനസ്സൊന്നും ഉണ്ടാകില്ല. വല്ല തബീ തന്നെ ഒരു രാത്രി നീ കഴിച്ച് കിടത്തരുത്. ഇല്ല ഖാലി അൽ ബാലി, ഹൃദയം ശൂന്യമായിട്ടല്ലാതെ. അത് കിട്ടാത്ത ടെൻഷൻ അടിക്കരുത്. കിട്ടേണ്ടത് സമയത്ത് കിട്ടും, കൊടുക്കേണ്ട സമയത്ത് കൊടുക്കും, മാറ്റി പറയേണ്ട സമയത്ത് മാറ്റി പറയും. ആ നാളെ തരാം, നാളെ കിട്ടിയില്ല. അപ്പം അവനോട് പറഞ്ഞു പിന്നെ കിട്ടിയില്ല കേട്ടോ, കിട്ടിയ ഉടനെ എത്തിക്കാട്ടോ. ശരി, എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? അള്ളാഹ് നിശ്ചയിച്ച സമയത്തല്ലാതെ കിട്ടൂല. കിട്ടാനുള്ള അസ്ബാബുകൾ നീ ഉണ്ടാക്കണം. നിനക്ക് തരാനുള്ള ഒരാളോട് സമയത്തിന് നീ ചോദിക്കണം. പക്ഷേ അള്ളാഹു നിശ്ചയിച്ച സമയത്തല്ലാതെ അവൻ നിനക്കത് തരൂല. ഈ ടെൻഷൻ അടിക്കുന്നതിന് നിനക്ക് പറഞ്ഞത് മനസ്സിലായോ? ഇതുകൊണ്ടൊന്നും ഒരു പ്രശ്നമില്ല. അവ പറഞ്ഞ വാക്ക് മാറ്റി പറയേണ്ടി വരില്ലേ? ചില മാറ്റി പറയേണ്ടി വരും. അള്ളാഹ് തീരുമാനം അങ്ങനെയാണെങ്കിൽ നീ അവനെ ചതിക്കരുത്. പക്ഷെ നീ നിന്റെ അവിടെ നീ ഒരു വാക്കും കൂടി കൂട്ടണം. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് നാളെ പറഞ്ഞുതരാറുണ്ട് മുഹമ്മദ് മുസ്തഫ. പറഞ്ഞു കൊടുത്തില്ല, വാക്ക് മാറ്റിയോ? വാക്ക് മാറ്റുമല്ലേ? എന്താണ് ഉറങ്ങണത്? ഒരു വിഭാഗം ആളുകൾ വന്ന് നബിയോട് ചോദ്യം ചോദിച്ചു. അപ്പോൾ ഉഖ്ബിറുക്കും വദൻ, നിങ്ങൾക്ക് ഞാൻ നാളെ പറഞ്ഞുതരാം. മുത്ത് റസൂൽ നാളെയായി പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? ജിബ്രീലു അലൈഹിസ്സലാം, ജിബ്രീൽ വന്നില്ല. ജിബ്രീൽ വരാതിരിക്കുമ്പോൾ നബിക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. പിറ്റേന്ന് വന്നു, പിന്നെ പറഞ്ഞുതരാട്ടോ പറഞ്ഞു. പിറ്റേന്ന് വന്നില്ല. ഒരഭിപ്രായം 12 ദിവസം വന്നില്ല. അതിനേക്കാൾ കൂടുതൽ അഭിപ്രായമുണ്ട്. ജിബ്രീൽ വന്നില്ല ഇസ്ലാം. അപ്പൊ ശത്രുക്കങ്ങോട്ട് തുള്ളി. ഇന്ന ശൈത്വാന മുഹമ്മദിൻ ഹജറഹു, മുഹമ്മദിന്റെ അടുത്തൊരു ശൈത്താൻ വരാറുണ്ടായിരുന്നു. അതിപ്പോ വരവ് നിർത്തി. പറഞ്ഞ് ചാടി അങ്ങാടിയിൽ സ്വഹാബികൾ വഷളായി. എന്നിട്ട് എന്ത് ആകാശം പൊളിഞ്ഞടി? നിങ്ങളിപ്പോഴും ഉണ്ടോ അല്ലേ? നിങ്ങൾ സ്ഥലത്ത് ഉണ്ടോ അല്ലേ? അത് തീരുമാനിക്കണേ. എങ്ങനെ നാളെ തരാ, നാളെ പറഞ്ഞുതരാ. ഇപ്പൊ നാളെ തരാന്ന് പറയുമ്പോൾ തന്നെയാണ് ഇല്ലോ നാളെ പറഞ്ഞുതരാന്ന് നബി പറയണു. നാളെ പറഞ്ഞുതരാം. കൂടുതൽ പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞില്ല. എന്റെ പറ, എന്റെ ഉത്തരം പറ. എന്തിനു വന്നിരിക്കണേ? എന്റെ ജിബ്രീൽ വരുമെന്ന പ്രതീക്ഷയിലാണ് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞത്. ജിബ്രീൽ വന്നില്ല. ജിബ്രീലിനെ തോറ്റിട്ട് പഠിക്കാൻ നബിക്ക് കഴിയും? ആരെടുത്ത് വന്നില്ല? ആരംഭ റസൂൽ റഹ്മത്തുല്ലിൽ ആലമീന്റെ അടുത്ത് പറഞ്ഞില്ല, വന്നില്ല. പറഞ്ഞ വാക്ക് മാറ്റേണ്ടി വന്നു. ആര്? പിന്നെ നിനക്കെന്താ വേണം? ഇത് മാറ്റാനായിട്ട് പറയണ്ട. പക്ഷെ ചിലപ്പോൾ അത് വേറെ ഉറപ്പിക്ക്, ഈമാൻ ഉറപ്പിക്ക്. ഇത് മാറ്റാൻ വേണ്ടി പറയണ്ട. 2 ആഴ്ച കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ നിനക്കറിയാം. എന്നിട്ട് ഓനോട് എന്ത് പറയണ്ട? നാളെ തരട്ടോ. അത് തെറ്റാണ്. ഓനോട് എന്ത് പറയാം? 2 ആഴ്ച കഴിഞ്ഞേ പൈസ വരുള്ളൂ, അപ്പോൾ തരുള്ളൂ. കഴിഞ്ഞു നിനക്ക്. ആ 2 ആഴ്ച ആയപ്പോൾ അവിടുന്ന് മറ്റേ 2 ആൾ പറഞ്ഞു, ഒരാഴ്ച കൂടി കാത്തിക്കണ്ട ഉസ്താദേ. നമുക്ക് പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പൊ ഇജ്ജ് മുന്നോട് പറയും. കാരണം ഇതൊന്നും നിർവഹിക്കാൻ നിനക്ക് കഴിയൂല. എന്തിനു പേടിക്കണം? എന്തിനാണ്? മുത്തനബി മാറ്റിയില്ലേ? മനസ്സിലായില്ലേ? ചിന്തിക്കണം. പിന്നെ ജിബ്രീൽ അനുസരണം വന്നില്ല, വഷളാക്കി. നബി വഷളായില്ല. എന്തുകൊണ്ട്? നബി സ്വന്തം പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞിട്ടില്ല. ജിബ്രീൽ വന്നാലെന്ന്. പിന്നെ ആയത്തിറങ്ങി, വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദൻ ഇല്ലാ അൻ യശാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് എന്ന് പറയാതെ ഇനി ഒരു വാക്ക് പറയാൻ പാടില്ല. ഞാൻ ഈ രാത്രി എൻ്റെ 100 ഭാര്യമാരെ സംയോഗം ചെയ്യും, ജിമാഅ് ചെയ്യും. ആര് പറഞ്ഞു? സയ്യിദ്നാ സുലൈമാൻ അലൈഹിസ്സലാം. അത്രയല്ലല്ലോ فتحمل كل واحدة منهن غلمانا فرسانا يجاهدون في سبيل الله. എൻ്റെ ഈ രാത്രി ഞാൻ എൻ്റെ ഭാര്യയെ സമീപിക്കും. 100 ഭാര്യയെ ഈ രാത്രി ഞാൻ സമീപിച്ച് അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടും. 100 ഭാര്യമാരും എന്നിൽ നിന്ന് ഈ രാത്രി ഗർഭം ധരിക്കും. എന്നിട്ട് 100 ഭാര്യമാരും പ്രസവിക്കും. ആരെ? ഗിൽമാനൻ, ആൺകുട്ടികളെ. ഫർസാനൻ, കുതിരപ്പുറത്ത് പറക്കാൻ കഴിയുന്ന. യുജാഹിദൂന ഫീ സബീലില്ലാഹ്, അവർ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ യുദ്ധത്തിന് പോകും. ഫജാഅൽ മലകു മിൻ വറാഇഹി, പിന്നിലൂടെ മലക്ക് വന്നിട്ട് പറഞ്ഞു, യാ സുലൈമാൻ യാ നബി അല്ലാഹ് ഖുൽ ഇൻഷാ അല്ലാഹ്. ഒരു ഇൻഷാ അല്ലാഹ് എന്ന് പറ.
ഫനസിയ അൻ യഖൂല ഇൻഷാ അല്ലാഹ് എന്ന് പറയാൻ നബി മറന്നുപോയി. സുലൈമാൻ അലൈഹിസ്സലാം മറന്നുപോയി. ഫമാ ഹമലത് ഇല്ലാ വാഹിദ, ഒരു പെണ്ണ് മാത്രമേ ഗർഭം ധരിച്ചുള്ളൂ. വഷളായി. സുലൈമാൻ ദർബാറിലാ പറഞ്ഞു. ദർബാറിൽ പ്രതിപക്ഷങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ അന്ന് എന്താ പറയാ അവിശ്വാസ പ്രമേയം കൊണ്ടത് പുറത്തേക്കും. ആധിപത്യം ഇല്ലാത്ത സുലൈമാൻ നബി രക്ഷപ്പെട്ടു. പ്രസിഡന്റ് കളവ് പറഞ്ഞു, രാജാവ് ദർബാറിനെ മാനം കെടുത്തി, അതുകൊണ്ട് രാജിവെക്കണം. നിങ്ങളല്ലേ പറഞ്ഞ് ഇന്ന് രാത്രി 100 പെണ്ണുങ്ങൾ എന്നിൽ നിന്ന് ഗർഭം ധരിക്കും. 99 പെണ്ണ് ഗർഭം ധരിച്ചില്ലല്ലോ, ഒരു പെണ്ണല്ലേ ഗർഭം ധരിച്ചുള്ളൂ. ആ പെണ്ണ് പ്രസവിച്ചതോ ഒരു വികലാംഗൻ. എന്ത് പറഞ്ഞിരുന്ന് 100 ആൺകുട്ടികളെ ഗർഭം ധരിക്കും, എന്നിട്ട് 100 ആൺകുട്ടികളെ പ്രസവിക്കും. എന്നിട്ട് അവരിങ്ങോട്ട് വലിയതായാൽ എന്റെ ഏറ്റവും വലം പിന്നെ എനിക്ക് പട്ടാളം വേണ്ടി വരില്ല. കുതിരയെക്കുറിച്ച് ഞങ്ങളിങ്ങനെ മിന്നും, ഞങ്ങളിങ്ങനെ ദുബായ് പോയി പൈസ ഉണ്ടാക്കുന്നല്ല. അള്ളാന്റെ മാർഗത്തിൽ ഞങ്ങൾ യുദ്ധത്തിന് പോകും. നല്ല ആൺകുട്ടികൾ. സുലൈമാൻ എന്നെ ലോകം കണ്ട ആൺകുട്ടിയ അലൈഹിസ്സലാം. ഏറ്റവും വലം 100 ഈച്ച പുലികളായ കുട്ടികൾ. ഇന്നെന്ത് ഞങ്ങൾക്ക് പട്ടാളം, ഞങ്ങൾ ലോകം മറപ്പിക്കും. മലക്ക് ബാക്കിലൂടെ വന്ന് പറഞ്ഞ് നടക്കൊന്നുമില്ല സുലൈമാൻ നബിയെ, ഒരു ഇൻഷാ അല്ലാഹ് കൂടെ പറഞ്ഞാളി എന്ന് പറയാൻ സുലൈമാൻ നബി മറന്നുപോയി. ഒറ്റ പെണ്ണ് നിർബന്ധിച്ചു, ഒരു പെണ്ണ് മാത്രം. അത് നിസ്വ ഇൻസാൻ, ഒരു പകുതി മനുഷ്യനെ പ്രസവിച്ചു. എങ്ങനെയുണ്ട്? എന്റെ സുലൈമാൻ നബി ഇൻഷാ അല്ലാഹ് എന്ന് പറയുന്നു മുത്തു മുഹമ്മദ് മുസ്തഫ. ഇപ്പൊ ഇവിടെ എന്താ പ്രശ്നം? അസ്ബാബ് ഒരു അസ്ബാബ്, ഭാര്യയുമായി ബന്ധപ്പെടാനുള്ളത് കുട്ടികളുടെ സബബ. ഈ സബബ് ആര് കൊണ്ടുവന്നു? സയ്യിദ് സുലൈമാൻ. പക്ഷേ ഗർഭം ധരിക്കൽ സുലൈമാന്റെ ഉത്തരവാദിത്തം അല്ല അലൈഹിസ്സലാം. അവിടെ ഒരു വാക്ക് കൂട്ടിയാൽ മതി. എന്റെ റബ്ബ് ഉദ്ദേശിച്ചാൽ ഒരു ഗർഭം ധരിക്കും, എന്റെ റബ്ബ് ഉദ്ദേശിച്ചാൽ അവർ ആൺകുട്ടികളെ പ്രസവിക്കും, എന്റെ റബ്ബ് ഉദ്ദേശിച്ചാൽ അവർ അശ്വാരൂഢരായി എന്റെ കൂടെ യുദ്ധത്തിന് വരും. പക്ഷെ അത് പറയാൻ സുലൈമാൻ നബി മറന്നുപോയി. സുലൈമാൻ നബിക്ക് പിന്നെ നിങ്ങളെ കാര്യം എന്താ? ഇപ്പൊ ഭക്ഷണമായില്ലേ, എന്നെ എങ്ങനെ ഇച്ചി ഭക്ഷണമാണ്? നാട്ടുകാരുമായി ബന്ധപ്പെട്ടതിൽ വഷളാകുന്നതല്ലേ പ്രശ്നമുള്ളൂ. അള്ളാഹുമായി ബന്ധപ്പെട്ടതിൽ വഷളാകുന്ന എനിക്ക് എന്ത് പ്രശ്നമുള്ളത്? എൻ്റെ റബ്ബ് ഉദ്ദേശിച്ചാൽ ഞാൻ അടുത്ത ആഴ്ച എനിക്ക് തരും, എനിക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ 2 കാര്യം ഉദ്ദേശിക്കണം. അവൻ തരാൻ അള്ളാഹ് ഉദ്ദേശിക്കണം, നിന്റെ അടുത്തേക്ക് എത്തിയിട്ട് അത് കൊടുക്കാനും അള്ളാഹ് ഉദ്ദേശിക്കണം. മനസ്സിലായില്ലേ? ചിന്തിക്ക്. ഇതിലേതെങ്കിലും ഒരു അള്ളാഹിന്റെ മശിയത്ത് പൊളിഞ്ഞ് ഹബീബായ നബി ഒരു കഥ പറഞ്ഞു ജനങ്ങളോട്. ഒരാൾ ഒരു നാട്ടിൽ വന്ന് കുഴങ്ങിയപ്പോൾ ഒരു ധനാഠ്യന്റെ അടുത്ത് പോയി 1000 സ്വർണ്ണ നാണയം കടം ചോദിച്ചു. അപ്പോൾ അയാൾ ചോദിച്ചു, ധനാഠ്യൻ, സാക്ഷിയെ വിട്. സാക്ഷി ആരാ? 1000 സ്വർണ്ണ നാണയം തരാം. അയാൾ പറഞ്ഞു, അല്ലാഹു ഷഹീദും ബൈനി വ ബൈനക്, എന്റെയും നിങ്ങളുടെയും ഇടയിൽ സാക്ഷിയാവാൻ അല്ലാഹു മതിയാകും. ഫലമ്മാ സമിഅ ഇസ്മ റബ്ബിഹി, റബ്ബിന്റെ പേര് കേട്ടപ്പോൾ ഫർതജ, അയാൾ ബർച്ചുയി വേഗം അടുത്ത് അകത്തുനിന്ന് കൊണ്ടുവന്നിട്ട് 1000 സ്വർണ്ണ നാണയം കൊടുത്തു. അയാൾ സ്വർണ്ണ നാണയം, അയാൾ ഒരു വലിയ വിശാലമായ പുഴക്ക് അപ്പുറത്തുള്ള ആളാണ്. അയാൾ ഇവിടെ വന്ന് തിരിച്ചു കൊടുക്കണം. പക്ഷെ അള്ളാന്റെ പേര് കേട്ടപ്പോൾ ഈ മുഅ്മിനായ ഇസ്രായേലിയാണ്, പക്ഷെ ഇയാൾ മുഅ്മിനാ, അയാൾക്കത് കൊടുക്കാതിരിക്കാൻ കഴിഞ്ഞ. കാരണം ആരെ പേരാ പറഞ്ഞു? അല്ലാഹ്. അങ്ങനെ അയാൾ പോയി, കാരണം അള്ളാന്റെ പേര് പറഞ്ഞു വാങ്ങിയതാ. അയാൾ നാട്ടിൽ പോയി കഠിനാധ്വാനം ചെയ്ത് 1000 സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടാക്കി തിരിച്ചു വന്നു. പക്ഷെ ബൈനൽ 2 ഗ്രാമങ്ങൾക്കിടയിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട്. മലവെള്ളം വന്നു, ആകെ നിറഞ്ഞൊഴുക, ഒരാളും പുഴയിൽ ഇറങ്ങണില്ല. അപ്പോൾ ഈ പൈസ കൊടുത്തേക്കാൻ നിർവാഹമില്ല. അങ്ങനെയും വരാലോ. മനസ്സിലായില്ല? അയാളെ കയ്യിൽ എന്തായി? അവധി എത്തി, കൊടുക്കേണ്ട ഡേറ്റ് എത്തി. ഇയാളെ കയ്യിൽ എന്തുണ്ട്? തിരിച്ചു കൊടുക്കാൻ ഇയാളെ കയ്യിൽ എന്തുണ്ട്? പറമോനെ, അള്ളാഹ് ഉദ്ദേശിക്കണം. ഇയാളെ കയ്യിൽ 1000 സ്വർണ്ണ നാണയം ഉണ്ട്, പക്ഷെ കൊടുക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? പുഴ ഇരുത്തല മുട്ടി ഒഴുകാണ്. പിന്നെ അയാൾ രാവിലെ വന്ന് പുഴയെ നോക്കി നിൽക്കും. പുഴ ഒന്ന് കുറഞ്ഞാൽ നീണ്ടായിരുന്നു, പുഴ കുറയുന്നില്ല. അങ്ങനെ നോക്കി നിൽക്കവേ ഒരു വലിയ മരത്തടി ഒഴുകി വരുന്നത് ഇയാൾ കണ്ടു. ഇയാൾ
ഒന്നും ഇനി ആലോചിച്ചില്ല, നീന്തിപ്പോയിട്ട് ആ മരത്തടി പിടിച്ചു. എന്നിട്ട് അയാളെ കയ്യിൽ നിന്ന് കോടാലി എടുത്ത് ആ മരത്തടിയിൽ ഒരു പിളർപ്പുണ്ടാക്കിയിട്ട് 1000 സ്വർണ്ണ നാണയം അതിലിട്ടടച്ചിട്ട് അള്ളാഹുവോട് പറഞ്ഞു, അല്ലാ നിന്റെ പേര് പറഞ്ഞ് ഞാൻ വാങ്ങിയടാ, ഡേറ്റായി, ഇത് ഇയാൾക്ക് നാളെ കിട്ടണം, എത്തിച്ചു കൊടുക്കേണ്ടത് നീയാണ്. അയാൾ ആ കൊടയുടെ മറുകരയില, നീ സാക്ഷിയാണ്. ആ പുഴയുടെ മധ്യത്തിലേക്ക് ഈ മരത്തടി അയാൾ 1000 സ്വർണ്ണ നാണയങ്ങൾ അടച്ചിട്ട് വലിച്ചോണ്ടിരുന്നു. മറ്റേ ആൾ ഡേറ്റ് ആയപ്പോൾ അയാൾക്ക് അസ്വസ്ഥത, അയാളെ ഭാര്യ ഇരിക്കാൻ സമ്മതിക്കൂല. എന്ത് 1000 സ്വർണ്ണ നാണയം എവിടുന്നോ വന്ന ആൾക്ക് കൊടുത്തിട്ട് അയാളിപ്പോ എവിടെയാ, എന്ത് വിവരം അയാളെ ചെല്ലും? അയാൾക്ക് വീട്ടിലിരിക്കാൻ സ്വസ്ഥതയില്ലാതെ അയാൾ പുഴക്കരയിൽ വന്ന് നിൽക്കും. വരും പോകും, വരും പോകും. പിറ്റേന്ന് രാവിലെ, ആ പറഞ്ഞ ദിവസം രാവിലെ, പിറ്റേന്ന് രാവിലെ ഇയാൾ വന്ന് നിൽക്കുമ്പോൾ ഒരു മരത്തടി ഒഴുകി വരുന്നത് കണ്ടു. ഈ 2 നാടുകൾക്കിടയിലുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട്. ഇയാൾക്ക് ഒരിക്കലും ഇനി അയാളെ ഒന്ന് തെരഞ്ഞന്വേഷിച്ച് പോകാൻ പോലും നിർവാഹം ഇല്ല. മരത്തടി കണ്ടപ്പോൾ അയാൾ ഇങ്ങനെ ആലോചിച്ചു, ഇന്ന് വിറകാക്കാൻ ഇത് മതിയാകും, അവളെ സന്തോഷിപ്പിക്കാനും ഇത് മതിയാകും. അയാൾ വേഗം നീന്തിപ്പോയി ആ മരത്തടി പിടിച്ചു. വേഗം മരത്തടി പിടിച്ചിട്ട് അയാൾ വീട്ടിലേക്ക് പോയി. ചുമണ്ട് പോയി അയാൾ വീട്ടിലെത്തി. മരത്തടി ഇട്ടിട്ട് കോടാലി എടുത്തിട്ട് അത് വെട്ടിപ്പൊളിച്ച് വിറകാക്കാൻ തുടങ്ങി. വിറകുണ്ടാക്കി നോക്കുമ്പോൾ പെണ്ണുങ്ങൾക്ക് സ്വാഭാവികമായി ഒരു സമാധാനം ഉണ്ടാവും. പെണ്ണുങ്ങൾക്ക് എന്തും തീർത്താൽ തീരാത്ത സാധനമാണ് എന്ത്? വിറക്. പണ്ടത്തെ കാലത്ത്, ഇപ്പൊ ഗ്യാസ്. പണ്ട് ബഹുമാനപ്പെട്ട ഗ്യാസ് വരുന്നതിന് മുമ്പുള്ള പെണ്ണിന്റെ കഥയാണ് ഈ പറയുന്നത്. അങ്ങനെ ഇയാൾ കോടാലി എടുത്തിട്ട് ഇങ്ങനെ ചീന്തി ഇങ്ങനെ അടുക്കള ഭാഗത്തേക്ക് ഇട്ടുകൊടുത്തു. പെണ്ണുങ്ങൾ അന്ന് കയർത്തൊന്നും പറഞ്ഞില്ല. കോടാലി എടുത്തിടുന്നതിനിടയിൽ അങ്ങോട്ട് പോയി കോടാലി. എന്തോ ഒരു കിലുകിലോ എന്ന ശബ്ദത്തിൽ കോടാലിനുള്ളിൽ അപ്പോൾ ഇയാൾ അന്തം വിട്ടു. പിളർന്നു നോക്കുമ്പോൾ ഒരു കീസ്, ഒരു കീസിൻ്റെ അത് പുറത്തേക്ക് ഇട്ടുമ്പോൾ കൃത്യം 1000 സ്വർണ്ണ നാണയം അതിലുണ്ട്. അള്ളാഹുവിനെ സാക്ഷിയാക്കി ഞാൻ നിങ്ങളിൽ നിന്ന് കടം വാങ്ങിയതാണ്. എങ്ങനെയുണ്ട്? ഇതിൻ്റെ ഇടയിൽ ആര് പ്രവർത്തിച്ചു? അല്ലാഹ്. സബബ് എന്ന് പറയാനില്ല. ആ മരത്തടിയിൽ അയാൾ ഒരു പിരാന്തം പണി എൻ്റെ അടുത്ത്. ഇന്നാണെങ്കിൽ ഇപ്പം നമ്മൾ എന്ത് പറയും? പിരാന്തം പണി. ഇന്നും പിരാന്തം പണി തന്നെ പറയാം. പക്ഷെ അയാൾ പിരാന്തനല്ല, അള്ളാന്റെ വലിയ. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? അങ്ങനെ ഇയാൾ വീണ്ടും 1000 സ്വർണ്ണ നാണയം ഉണ്ടാക്കി. അയാൾ മറ്റാൾ പുഴ വെള്ളം അടങ്ങിയപ്പോൾ അയാൾ പുഴ കടന്നു വന്നു. ഈ ധനാഠ്യന്റെ വീട്ടിലേക്ക് 1000 സ്വർണ്ണ നാണയം കൊണ്ടുവന്നപ്പോൾ അയാൾ കരഞ്ഞു. നിങ്ങൾ പുഴയെ ഏൽപ്പിച്ച മരത്തടിയിൽ നിന്ന് എനിക്ക് കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഇവിടെ കാര്യം പ്രവർത്തിച്ചു. അല്ലാഹു. നീ പിടിക്കുന്നതിന് എന്തിനു പിടിക്കുന്നു? എന്ത് പ്രശ്നം? ഈ ലോകത്ത് ഒന്നും പിടിക്കണ്ട. അല്ലാഹു. ഇനി ആയത്തോട് ഇനി മൂമിന്റ് ഭക്ഷണവും സുലൈമാനി ഭക്ഷണമായി. അപ്പൊ ആ മരത്തടി ഇട്ടിട്ട് ഇയാൾക്ക് കിട്ടില്ലാന്ന് സങ്കല്പിക്കുക. ഇയാൾ 1000 സ്വർണ്ണ നാണയം ഉണ്ടാക്കിയിട്ട് ഇയാളടുത്ത് ചെല്ലുന്ന നേരത്തെ അയാൾ എന്താ പറയാ? ഒരു ഡേറ്റ് പറഞ്ഞാൽ ആ ഡേറ്റ് നിരണ്ടിടും. എന്താണ് വിചാരിച്ച് പോയ അങ്ങനെ ഇരുതല മുട്ടുന്നൊക്കെ നേരത്തെ തന്നെ മനസ്സിലാക്കേണ്ടിടും. ഞാൻ ആ പൈസ കിട്ടുന്ന ഇവിടെ 25 സെന്റ് ഭൂമി കച്ചവടം ചെയ്തിരുന്നു, എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല, ഈ നഷ്ടപരിഹാരം വേണം. അതും പറയലേ. എന്നാൽ ഡേറ്റ് എത്തിയാൽ ബഹുമാനപ്പെട്ട മഹാന്മാരൊക്കെ ആദ്യം പറയുന്ന വർത്താനം അതാണ്. നിങ്ങൾ മനസ്സിലായില്ലേ? കേക്ക് പറയാലോ അല്ലേ ഇതൊക്കെ? അപ്പൊ ഇയാൾ ആരാവും? പറയുടെ ചങ്ങായി വഷളാവും. ചരിത്രത്തിൽ എത്ര അമ്പിയാക്കൾ വഷളായി, എത്ര ഔലിയാക്കൾ വഷളായി. എനിക്കെന്താ വഷളാണ്? നീയായി ഒരു സബബുണ്ടാക്കരുത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആലക്ക് പിറ്റേന്ന് ജിബ്രീലിനെ പറഞ്ഞേക്കാം, എൻ്റെ നബി വഷളാകൽ എനിക്കൊരു മോശമല്ലേ എന്ന് വിചാരിച്ചിട്ട് അള്ളാഹ്ക്ക് ജിബ്രീലിനെ പറഞ്ഞിട്ട് വാണിംഗ് കൊടുക്കുക. എന്ത് പിന്നെ ഇന്നിപ്പത് വരുമെന്ന് വിചാരിച്ചല്ല. എന്ത് നിങ്ങളത് ഇൻഷാ അല്ലാഹ് പറയാത്തത് കൊണ്ട് ഭയങ്കര പ്രശ്നത്തിലായിരുന്നു. ഇപ്പം ആകാശത്തൊക്കെ വൻ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെപ്പറ്റി സിമ്പോസിയങ്ങളും സെമിനാറുകളും നടന്നുകൊണ്ടിരിക്കുകയാണ് ആകാശത്ത്. എന്താണ് ചെയ്യേണ്ടത്? അതിനെ മറികടന്ന് അള്ളാഹു തആല പെട്ടെന്ന് ഒരു ഓർഡർ ഇട്ടതാണ്. സാരല്ല, എൻ്റെ നബി വഷളാകല്ലേ, എൻ്റെ നബി വഷളാകനെ എനിക്ക് സഹിച്ചൂടാ, വായി വേഗം കൊണ്ടേ കുടിക്കുക ജിബ്രീലെ. അങ്ങനെ തന്നെ ആട്ടിയതാ. അള്ളാഹ്ക്കാണെങ്കിൽ ഒട്ട് ഇഷ്ടമല്ല, മനസ്സോടെ അള്ളാഹ് പറഞ്ഞയച്ചതാണ് ഈ വഴി. അങ്ങനെ പറഞ്ഞൂടെ നബി വഷളാകാതിരിക്കാൻ? അള്ളാഹ് ചെയ്തോ? എൻ്റെ നാവ് ഇറങ്ങിയോ? നിൻ്റെയൊക്കെ നാവ് ഇറങ്ങിയോ? എന്താണ് പറഞ്ഞാൽ ഇവിടെ അങ്ങനെ അള്ളാഹു തആല ജിബ്രീലിനെ അയച്ചോ? വഷളായില്ലേ? ആര്?
മുത്ത് റസൂല്, പിന്നെ എനക്കെന്താ? ജാജൻ ഒയിങ്ങണേറ്റളാം. എങ്ങനെ? റബ്ബ് തീരുമാനിച്ച് നടക്കും. അല്ലെങ്കിൽ ഇന്ന ഈർന്നോണ്ട് കിട്ടണോ? ഈർന്നോ എന്റെ റബ്ബ് തീരുമാനിച്ചു. അത് ഈ കള്ളനായി പറയും വേണ്ട, ആത്മാർത്ഥമായി പറഞ്ഞോ. എന്നാലും റബ്ബ് വിചാരിച്ചു നടക്കുള്ളൂ. എത്ര ആത്മാർത്ഥമായി പറഞ്ഞാലും റബ്ബ് വിചാരിച്ചു നടക്കുള്ളൂ. റബ്ബ് വിചാരിച്ചില്ലെങ്കിലോ നടക്കൂല. അത് പറഞ്ഞ മനസ്സിലായില്ല? എത്ര അല്ലേ ഉള്ളൂ. എന്താ പ്രശ്നം? ഇനി റബ്ബ് വിചാരിച്ചാലോ കണ്ണടയുന്നതിന്റെയും കണ്ണ് ഉണരുന്നതിന്റെയും ഇടയിൽ യുഗയ്യിറുല്ലാഹു മിൻ ഹാലിൻ ഇലാ ഹാലിൻ, ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറ്റാൻ ആർക്ക് കഴിയും? അല്ലാഹു കഴിയും. ഉറങ്ങാൻ കിടന്നപ്പോൾ നീ ആ നാട്ടിൽ ഏറ്റവും വലിയ ഫക്കീറായിരുന്നു. ഉറങ്ങി എണീറ്റപ്പോൾ നീ ആ നാട്ടിൽ ഏറ്റവും വലിയ മുതലാളിയായി. ഇത് അങ്ങനെ ഉണ്ടായിക്കൂടെ? ഇത് അങ്ങനെ ഉണ്ടായിക്കൂടെ? ഉണ്ടാവാം. പറ, ഉണ്ടായിക്കൂടെ? ഉണ്ടാവാം. പലർത്തും കൊടുക്കാനുണ്ട്, വാങ്ങാനുണ്ട്, തിരക്ക്. പെണ്ണുങ്ങളെ ചീത്തങ്ങളിൻ്റെ പണ്ടം മുഴുവൻ വിറ്റു. ഇല്ലാതെ ഉള്ള കാലത്ത് പെണ്ണുങ്ങൾ പറയും, ഞാൻ എൻ്റെ ജീവൻ വരെ നിങ്ങൾക്ക് പണയം വെക്കാൻ തയ്യാറാണ്. എനിക്ക് എൻ്റെ കാതിലും കൗത്തിലൊന്നും പ്രശ്നമല്ല, എനിക്ക് നിങ്ങളാണ് വേണ്ടത്. ഏതുവരെ? നിങ്ങൾ അവസാനം തോൽക്കുന്നത് വരെ പെണ്ണുങ്ങളത് പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾ തോറ്റു എന്ന് കണ്ടാൽ എന്ത് പറയും? ഒരു കുടുങ്ങിയ നേരത്ത് ഉപയോഗിക്കാൻ കുറച്ച് മുതലിൻ്റെ അടുത്തുണ്ടായിരുന്നു, അതും വിറ്റു. എല്ലാവരും കൂടെ ഉണ്ടാവുമ്പോൾ നമ്മളെ പ്രശംസിക്കുകയും എല്ലാവരും നമ്മളെ കയ്യിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ ഈ മടയിലിട്ട് കുത്തുകയും ചെയ്യുന്ന സാമൂഹിക ജീവിക്കാണ് ഭാര്യ എന്ന് പറയുന്നത്. ലോകത്തുള്ള എല്ലാ ഭാര്യയും അങ്ങനെയാണ്. നിങ്ങൾക്ക് അതിനപ്പുറം നല്ലൊരു ഭാര്യനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓട് തൊടുന്ന രൂപത്തിലുള്ള കുടുക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. അത്രയേ ഉള്ളൂ. അല്ല, ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളും മോശമായിട്ട് നിങ്ങളെ പെണ്ണ് ആദ്യം മാത്രം നന്നാവൂല. ആണുങ്ങളിൽ പൂർണ്ണതയെത്തിയവർ ധാരാളമുണ്ട്. പൂർണ്ണതയെത്തിയ പെണ്ണുങ്ങൾ 4 ഉള്ളൂ എന്ന് മുഹമ്മദ് മുസ്തഫ. ഖദീജ ബിൻത് ഖുവൈലിദ്, ഫാത്തിമ ബിൻത് മുഹമ്മദ്, ആസിയ ബിൻത് മുസാഹിം, മറിയം ബിൻത് ഇമ്രാൻ. പുണ്യ റസൂൽ. എങ്ങനെ ഹദീസ്? എങ്ങനെ? കമുല മിനൽ റിജാലി കസീറൂൻ, ആണുങ്ങളിൽ പൂർണ്ണതയെത്തിയവർ ധാരാളമുണ്ട്. വമാ കമുല മിനൻ നിസാഇ ഇല്ലാ 4, പെണ്ണുങ്ങളിൽ പൂർണ്ണതയെത്തിയവർ 4 ഉള്ളൂ. ഖദീജ ബിൻത് ഖുവൈലിദ്, ഫാത്തിമ ബിൻത് മുഹമ്മദ്, ആസിയ ബിൻത് മുസാഹിം, മറിയം ബിൻത് ഇമ്രാൻ. 4 പെണ്ണുങ്ങൾക്ക് പൂർണ്ണത എത്തിയിട്ടുള്ളൂ. പിന്നെ എനക്ക് തോന്നും എൻ്റെ പെണ്ണുങ്ങൾ വലിയ അങ്ങനെയാണ്, ഓളെ കിട്ടിയത് എൻ്റെ ഭാഗ്യ, അത് കുടുങ്ങാത്തോണ്ടാണ്. പുറത്ത് പറയണ്ട, നീ പറയെ പോയി തല്ലുണ്ടാക്കും വേണ്ട. അതങ്ങനെയാണ്, അതങ്ങനെയാണ്. അത് നന്നാക്കിയെടുക്കാൻ കഴിയൂല. പെണ്ണ് മോശമല്ല. 12 മണിക്ക് 10 മിനിറ്റ് മുമ്പ് നേരത്തെ ഭാര്യ വന്ന് വിളിച്ചു. ആരോ 2 ആളുകൾ നമ്മളെ കാണാൻ വന്നിട്ടുണ്ട്. പുതിയ കടക്കാർ, പഴയ കടക്കാർ ആരോ ഇരിക്കുന്നു വിചാരിച്ച് ഒളിച്ചു മാറി ജനലിനുള്ളൂ മാറിക്കടാന്ന് പറഞ്ഞ പള്ളിക്കണയാണ്. കണ്ണടച്ച് തുറക്കുന്നതിനിടയിൽ ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിൽ എത്തിക്കാൻ ആർക്ക് കഴിയും? നീ അലിവചാറാണ്. ഞാൻ പറഞ്ഞു എന്ന് വിചാരിച്ച് കയ്യിലെത്തുറങ്ങിയാണ്ട് ആരെങ്കിലും ജനലിനോട് കൂടി നോക്കും വേണ്ട. മനസ്സിലായില്ലേ? ഇതൊന്നും ബേജാറാണ്, ഒന്നും ബേജാറാണ്. എല്ലാ അവസ്ഥയും മാറ്റാൻ കഴിയും. നീ നിന്റെ അവസ്ഥയിൽ സംതൃപ്തനാവും തന്നെ. നമുക്ക് പ്രയാസത്തിൽ സന്തുഷ്ടനാവും. അള്ളാഹിനോട് പറയാ പ്രയാസം നീക്കി തരണം. പക്ഷെ ഈ ഹാലിൽ നീ സമ്പൂർണ്ണമായും എന്താണ്? സന്തുഷ്ടനാ. എന്റെ റബ്ബ് തീരുമാനിച്ചതാ, അത് നടന്നോട്ടെ.